ഇത് നമ്മുടെ കോൾഡ് പ്രോസസ്സിങ് ശംഖുപുഷ്പത്തിൻ്റെ ക്രീമാണ്. ഇതിൻ്റെ വീഡിയോ ഫുള്ള് അടുത്തത് ഞാൻ പറഞ്ഞിടാം. ഇതിപ്പോൾ ഞാൻ പറയാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു മിക്സിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ ഞാനൊരു 5 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചാണ്. കാരണം ഇതിൻ്റെ ഇത് കളർ ചേഞ്ച് വരുമോ, നമ്മൾ ഈ കണ്ട കഷ്ടപ്പാട് മുഴുവൻ കഴിച്ച് പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കളർ ചേഞ്ച് ഒന്നും വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല, സെപ്പറേഷൻ വന്നില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത്, കോൾഡ് പ്രോസസ്സിങ് ആയതുകൊണ്ട് തന്നെ മിക്സിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ എത്തണം എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾക്ക് വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ മെഷീനറീസ് ഒന്നുമില്ല. പ്രത്യേക ഒരു സ്പീഡിലാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം എടുത്തു ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റി നമുക്കത് പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട്. കോൾഡ് പ്രോസസ്സിങ് ക്രീം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ആക്നെ പ്രോൺ സ്കിന്നുകാരെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഓയിലൊന്നും അധികം ചേർക്കാതെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ക്രീമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കി ഫീലിംഗ് നന്നായിട്ട് ഫീൽ ചെയ്യും. ഇനി ഇത് ഹാൻഡ് മിക്സർ വയ്ക്കുക. വലിയ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ബ്ലെൻഡർ വെച്ചിട്ട് ഹാൻഡ് മിക്സർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ ഞാൻ 50 ഗ്രാമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ ക്രീമിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ക്രീം ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്ചറിൽ ഡിഫറൻസ് കാണാനായിട്ട് പറ്റും, നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. നമുക്കിങ്ങനെ മടക്കിയിടുമ്പോൾ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ വീഴുന്ന കണ്ടോ ആ ഒരു ടെക്സ്ചറിലേക്ക്. അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ചില പാർട്ടിക്കിൾസ്, ഗമ്മിൻ്റെ പാർട്ടിക്കിൾസ് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് നമ്മൾ അധികം മിക്സ് ചെയ്ത്, ഇത് നമ്മളിപ്പോൾ ക്രീം ആയി കഴിഞ്ഞിട്ടുള്ളതാണ് രണ്ടാമതായിട്ട്. ഇത് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കാണരുത്, ഇതൊന്നും കൂടി സ്മൂത്തായിരിക്കും, നല്ല സ്മൂത്ത് ടെക്സ്ചറിലേക്ക് അത് വരും. ഇത് നിങ്ങൾക്ക് നമുക്കൊരു സ്റ്റിക്കി ഫീലിംഗ്, ഇത് വീഡിയോയിൽ അത്രയധികം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ നമുക്ക് ഇടുമ്പോഴും നമുക്കറിയാനായിട്ട് പറ്റും, നല്ല വീഴുന്ന കണ്ടോ ആ ഒരു ഇതിലേക്ക് നല്ല സ്മൂത്ത് ഫ്ലോ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു വീഡിയോ ഇടാം. അത് കഴിഞ്ഞിട്ട് ഹോട്ട് പ്രോസസ്സിങ് വേറെ ഒന്നും കാണിച്ചു. ഈസി ചെയ്യാനായിട്ട് നമുക്ക് ഹോട്ട് പ്രോസസ്സിങ് ആണ്. എനിക്കങ്ങനെയാണ് തോന്നിയത്, അറിയില്ല, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ മെഷീനറീസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കോൾഡ് പ്രോസസ്സിങ് ആയിരിക്കും. കാരണം നമുക്ക് ഇതിട്ടിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഞാൻ ഒരാൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാനായിട്ടാണ്. പിന്നെ രണ്ടെന്ന് പറയുന്നത് നമ്മളത് എടുത്തു വെക്കണം. കാരണം ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. ഇനിയും കാരണം നാളുകൾ കഴിയും തോറും ചിലപ്പോൾ ഇതിന് കളർ ചേഞ്ച് വരാം, പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി വേറൊരു ബോട്ടിലും കൂടി ഞാൻ കുറച്ച് നിറച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഡേറ്റൊക്കെ എഴുതി അത് വെക്കുക. അത് കഴിഞ്ഞിട്ടൊരു 6 മാസം 7 മാസം വരെയൊക്കെ അതിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് കളർ ചേഞ്ച് ഇത് വന്നില്ലെങ്കിൽ കളർ ചേഞ്ച് വരില്ല. അതിന് എങ്ങനെ വന്നാലും ഒരു മാസത്തിനോട് കളർ ചേഞ്ച് വന്നില്ലെങ്കിൽ അത് വരില്ല. അതുപോലെ തന്നെ പ്രിസർവേറ്റീവും നമ്മൾ പുതിയതൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് പണ്ടേ മുതൽ ഒരേ പ്രിസർവേറ്റീവാണ്. പിന്നെ ഹെർബൽ ടീ ഞാൻ കുറച്ച് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ശംഖുപുഷ്പത്തിൻ്റെ, അപ്പോൾ അതും ഓക്കെ ആണോ എന്നുള്ളതും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തത് ഫോമുല ഇടാം. ബൈ.